ഗായ്സ് പ്രിയമുള്ളവരെ, ഞാനിന്ന് 9-10 മുഹറത്തിൻ്റെ നോമ്പായത് കാരണം ഇന്നൊരു ബീട്രൂട്ട് കൊണ്ടൊരു ഫുഡിങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പാലിവിടെ അടുപ്പത്ത് തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ബീട്രൂട്ട് ഒന്ന് ചെറുതാക്കി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി അരച്ച് പേസ്റ്റാക്കാം. ഇതിലേക്ക് പാകത്തിന് കസ്കാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഏതായാലും എല്ലാവരും പറയും, എൻ്റെ മദർ പ്രത്യേകിച്ച് പറയണം, നിന്നെ വീട്ടിൽ പണിയെടുക്കാൻ കിട്ടുന്നില്ല, നീ എപ്പോഴും രാവിലെ ഓഫീസിൽ പോയ വഴി കിട്ടണം വരാമെന്ന്. അപ്പോഴേക്കും ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോകാറ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചെന്താ എന്നൊരു അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഷുഗർ ഉള്ളവർക്കൊന്നും ഒരുവിധം ഓവറാവരുത്. ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ ബീട്രൂട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി കത്തിച്ചതിന് ശേഷം ഇത് ചെയ്യാം. നല്ല വെന്ത് വരുന്ന സമയത്ത് കാണാതെ കുറുക്കിയതിന് ശേഷം ഇതെടുത്ത് പുഡിങ് ഉണ്ടാക്കുന്ന ബൗളിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ വൈകിട്ട് നമ്മൾ എടുത്തതിന് ശേഷം, നോമ്പ് തുറക്കാൻ എടുത്തതിന് ശേഷം സൂപ്പറായിരിക്കും. അപ്പോൾ ഫുഡിങ് തയ്യാറാക്കുന്ന ബൗളാണ്. ഈ ബൗളിലേക്ക് നമ്മൾ ഫുഡിങ് തയ്യാറാക്കിയ ചേരുവകൾ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് കയറ്റാം. ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം വൈകിട്ട് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഫുഡിങ് സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ടാവും. ഇതിലേക്ക് നട്സുകൾ എടുക്കണ്ട. സൂപ്പർ ഫുഡിങ്ങാണ്, വളരെ ടേസ്റ്റിയായ ഫുഡിങ്ങാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. എല്ലാവരുടെ വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ഓക്കെ, ബൈ ഗൈസ്.